എല്ലാവർക്കും നമസ്കാരം. മെട്രോ മലയാളം ഓസ്ട്രേലിയയുടെ വീക്കെൻഡ് മ്യൂസിക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ റീജു ജോർജ് ഓൺ ബിഹാഫ് ഓഫ് ആർ ജി മ്യൂസിക്. എൻ്റെ ആർ ജി മ്യൂസിക് ബ്രിസ്ബനിൻ്റെ ബാക്ക് സ്റ്റുഡിയോയുടെ ബാക്ക് യാർഡിൽ നിന്നാണ് ഇന്ന് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഗായകനെ മെട്രോ മലയാളം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. രോഹിത് പരമേശ്വരൻ, അതുപോലെ ഇന്നത്തെ നമ്മളുടെ അവതാരിക സിമി സന്തോഷ്. ഇവരെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷെ സിമി ഇവരെ കുറിച്ചൊക്കെ പറയും. അതുപോലെ നമുക്ക് ഇന്ന് അക്കംപനിമെന്റിന് കീബോർഡ്സിൽ നമ്മളുടെ സ്വന്തം ഡോക്ടർ സുരേഷ് കുട്ടിച്ചൻ അദ്ദേഹമാണ്. അതുപോലെ അങ്ങനെ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഇത്. ലാസ്റ്റ് വീക്ക് സിഡ്നിയിൽ റെക്കോർഡ് ചെയ്തതാണ്. സൗണ്ട് വൈബ്സ് ആണ് ഇത് ഓഡിയോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിനു വി ജോർജ് ആണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മെട്രോ മലയാളത്തിന്റെ പില്ലേഴ്സ് ആയ ബിനു വി ജോർജ്, കിരൺ ജെയിംസ്, ജെയിംസ് ചാക്കോ ഇവരൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ട്. അതുപോലെ മെട്രോ മലയാളത്തിന്റെ ഈ മ്യൂസിക് ഓറിയന്റഡ് ടീം തന്നെ ഇപ്പം വളരെ ഗ്രോ ചെയ്തിരിക്കുകയാണ്. ആ ടീമില് ഇപ്പം നമുക്ക് അറിയാവുന്ന പോലെ ബിനോയ് തോമസ്, നമ്മളുടെ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്ന ബിനോയ് തോമസ്, മാലതി മാധവൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റ് ചെയ്ത മാലതിയാണ്, നിറ്റോ ജോർജ് ഹു ഇസ് ബിഹൈൻഡ് ദ ഓഡിയോ ആൻഡ് ദ സൗണ്ട് റെക്കോർഡിംഗ്, സന്തോഷ് എബ്രഹാം ഉണ്ട്, പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ആർ ജി മ്യൂസിക്കിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്പോൺസർ ചെയ്യുന്ന ടോണിയോ ലോയേഴ്സ് ആണ് ഇന്ന് നമ്മളുടെ സ്പോൺസർ. അതുപോലെ ലൈവ് ഓസ്ട്രേലിയ, സിഡ്നിയിൽ നിന്നും ലൈവ് ഓസ്ട്രേലിയ വെഡിങ്സ് ആൻഡ് ഫ്യൂണറൽസ് എല്ലാം സ്ട്രീമിംഗ് സർവീസസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു കൊമേഴ്ഷ്യൽസ് ഒന്ന് ക്വിക്കായിട്ട് കാണിക്കാം, എന്നിട്ട് നമ്മൾ സ്ട്രേറ്റ് പ്രോഗ്രാമിലേക്ക്. മെട്രോ മലയാളം ഓസ്ട്രേലിയയും ആർ ജി മ്യൂസിക്കും ചേർന്നൊരുക്കുന്ന വീക്കെൻഡ് മ്യൂസിക്കൽ പ്രോഗ്രാമിന് ടോണിയോ ലോയേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വെൽക്കം ബാക്ക്. അതുപോലെ ഞാനിവിടെ ലൈവാണ്, അതുകൊണ്ട് ദേവി അത് കമന്റുകൾ ചെയ്യൂ, എന്നാലേ നമുക്കൊരു ഇന്ററാക്റ്റീവ് ഉഷാറുള്ളൂ. നമുക്ക് ആരൊക്കെയാണ് ലൈവിലുള്ളതെന്ന് നോക്കാം. മാലതി മാധവൻ സേസ് വെയിറ്റിംഗ്. താങ്ക്സ് മാലതി. സോ എല്ലാവരെയും ഒന്നുകൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലൈവിലുള്ളവരെ കാണാനുള്ളൊരു മാർഗം ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, എനിവേ, അപ്പോൾ സ്ട്രേറ്റ് ആദ്യത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് 3 പാർട്സ് ആയിട്ടാണ് ഇതുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ കാണാൻ വരും, കമന്റ്സ് അയക്കുക, അതുപോലെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. സോ ഓവർ ടു സിമി സന്തോഷ്. സിമി സന്തോഷിന് കൊച്ചു ഇൻട്രൊഡക്ഷൻ. സിമി ശ്രുതി മധുരം എന്ന് പറയുന്ന ഒരു റേഡിയോ പ്രോഗ്രാമിന്റെ റേഡിയോ ജോക്കിയൊക്കെ ആയിരുന്നു. അതുപോലെ ഇപ്പോഴും ഒരുപാട് പ്രോഗ്രാംസ് കമ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നു. മലയാളം പരിപാടികളൊക്കെ ഒരുപാട് ഓർഗനൈസ് ചെയ്യാനൊക്കെ അതീവ തൽപരയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും മ്യൂസീഷ്യൻസിനെയും ആർട്സ് ആൻഡ് മ്യൂസിക് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ മനസ്സിനുടമയാണ്. സോ സ്ട്രൈറ്റ് ഓവർ ടു സിമി സന്തോഷ്. എൻജോയ്. താങ്ക് യു റിജു. നമസ്കാരം. ബീത്തോവന്റെ ഒരു കോട്ടുണ്ട്, മ്യൂസിക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഇന്ന് എൻ്റെ കൂടെ അതുപോലെ 2 മ്യൂസീഷ്യൻസ് ഉണ്ട് ഹു ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ വേൾഡ് ഫോർ ദ നെക്സ്റ്റ് ഹാഫ് ആൻ അവർ. അതിലൊരാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സിഡ്നിയിലെ വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കീബോർഡിസ്റ്റാണ് ഡോക്ടർ സുരേഷ് കുട്ടിച്ചൻ. ഇവിടെ സിഡ്നിയിലുള്ള മിക്കവാറുമുള്ള പ്രോഗ്രാംസിൽ സുരേഷ് ഏട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ ഒന്നല്ലോ പറയൂ സുരേഷ് ഏട്ടാ. സുരേഷ് ഏട്ടൻ ഹാസ് വർക്ക്ഡ് വിത്ത് ലോട്ട് ഓഫ് പ്ലേബാക്ക് സിംഗേഴ്സ് ബാക്ക് നാട്ടിലല്ലേ സുരേഷ് ഏട്ടാ? വിധു പ്രതാപ്, റിമി ടോമി, സമോദം അല്ലേ?
അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ മ്യൂസിക് മിക്കവാറുള്ള എല്ലാവരും കീബോർഡിൽ ത്രൂ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഗസ്റ്റ് നമുക്ക് ഇന്ന് നമ്മളോടുണ്ട്, വെരി സ്പെഷ്യൽ ഗസ്റ്റ് രോഹിത് പരമേശ്വരൻ. ഹലോ രോഹിത്, വെൽക്കം. രണ്ടുപേർക്കും വെൽക്കം. രോഹിത് ആക്ച്വലി ഒരു സിംഗറാണ്, ചെന്നൈയിൽ നിന്നല്ലേ? അതെ. നാട് എവിടെയാണ്? തൃശ്ശൂർ. ഇവിടെ സിഡ്നിയിലെ ഹോൺസ്ബിയിലാണ് താമസിക്കുന്നത്. വേർ ആർ യു വർക്കിംഗ്? ഐ വർക്ക് ഫോർ ഹെൽഷെയർ ന്യൂ സൗത്ത് വെയിൽസ്. ഓക്കെ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 years ആയി ഇപ്പോൾ. ഓൾറൈറ്റ്. രോഹിത്തിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആക്ച്വലി ഹീസ് ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്, സുരേഷ് ചേട്ടനെ പോലെ തന്നെ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാം. വിൽ ആസ്ക് ഹിം ഈ ഷോയിൻ്റെ വൈൽ യു ലിസൺ ടു ദ ഷോ. ബട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ഹിസ് ഫസ്റ്റ് സോങ്. ആദ്യത്തെ പാട്ട് എന്താണ്? കുളിരാടുന്നു മാനത്ത് പറഞ്ഞ ഓളങ്ങൾ എന്ന മൂവി, 1982 അല്ലേ? ഓക്കെ. ആൻഡ് ഇളയരാജയുടെ മ്യൂസിക്കിലാണ് സങ് ബൈ ദാസേട്ടൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പം വിൽ ഗോ രോഹിത്. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, മിന്നൽ കിനിഞ്ഞു തീത്തുള്ളികൾ. കിളിവാതിൽ തുറന്നൊരു പൊൺപക്ഷി പോൽ ഇനി എൻ ഗാനമേ പോരൂ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. ഒഴിയുന്നു നിറത്താലം, അഴകോലും നിറത്താലം. അണിത്തിങ്കൾ തിരിനീട്ടി കണി കാണൂ കതിർമാനം. തളിർന്നുള്ളി തളിർന്നുള്ളി തളരും നിൻ വിരൽ മുത്താൽ. ഒരു കുമ്പിൾ കുളിരും കൊണ്ടൊരു കാറ്റിൻ അലയുന്നു. ആരണ്യലാവണ്യമാ ആരോമലെ പോരു നീ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, മിന്നൽ കിനിഞ്ഞു തീത്തുള്ളികൾ. കിളിവാതിൽ തുറന്നൊരു പൊൺപക്ഷി പോ ഇനി എൻ ഗാനമേ പോരൂ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. Beautiful. It's an amazing. Ilayaraja's music is amazing, അല്ലേ? Especially I think all the songs in this movie were like really good, super duper hits. Yeah. And this song is especially special to me. I think ഈ പാട്ടിന്റെ like if you look at the stanza, it's like a river flowing. Okay. Like it starts slowly and then it merges into the ocean polar. Okay. It blends beautifully into the pallavi of the song. And that's what we could see when Suresh was doing that. I was just, അറിയാതെ നമ്മൾ ആ ബീറ്റിലേക്ക് അങ്ങ് പോകും. We can And I think Suresh did a very good job with the keyboards as well. Okay, so let's hear something about you now. Okay. So you said you were in Chennai. Yeah. Did you do some music trained on how you? അതെ, ഞാനൊരു 8 years ഞാൻ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. Okay. പിന്നെ കുറേയൊക്കെ ഞാൻ ലൈറ്റ് മ്യൂസിക് ഷോസ് പിന്നെ റിയാലിറ്റി ഷോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്തിട്ടുണ്ട്. Okay. അതിൽ നോട്ടബ്ലി ലൈക്ക് വിജയ് ടി വിയിൽ സൂപ്പർ സിംഗർ Okay. പറഞ്ഞ പ്രോഗ്രാം ലൈക്ക് ഐ വാസ് ദ ടോപ്പ് 5.
And Oh, okay. then, That is such a big thing. Anyway, can you tell us something about your family? അതിലേക്ക് നമുക്ക് പിന്നെ വരാം. Okay. So we'll just go your family. ഇവിടെ family ഉണ്ടല്ലോ. so my wife Lekha and my 3-year-old son Krithvik. Krithvik. Yeah. What is the meaning of Krithvik? Krithvik means always happy. Always happy. ഇപ്പോൾ മ്യൂസിക്കും ഓൾവേസ് ഹാപ്പി. അടിപൊളി ഫാമിലി ആയിരിക്കും അല്ലേ? കൃത്വിക്. അപ്പോൾ എപ്പോഴും കൃത്വിക് എന്നാണോ വിളിക്കുന്നത്? വീട്ടിൽ ബിട്ടു എന്ന് വിളിക്കും. ബിട്ടു, ദാറ്റ്സ് മോർ ഈസിയർ. എനിവേ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. Sure. വാട്ട് ആർ വി സിംഗിങ് നെക്സ്റ്റ്? We are singing a Tamil song, Okay. Baba Anbe Anbe, Okay. from the movie Agni Nakshatram. Okay. It's again an Ilayaraja song, Ilayaraja song, yes. sung by Dasatam All and right. K.S. Chitra. So it's a duet song. I'm singing myself. All right, awesome. Okay. வாவா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே உன் வண்ணம் உன் எண்ணம் எல்லாமே என் சொந்தம் இதயம் முழுதும் எனது வசம் வாவா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே நீலம் கொண்ட கண்ணும் நேசம் கொண்ட நெஞ்சும் காலந்தோறும் என்னை சேரும் கண்மணி பூவை இங்கு சூடும் பூவும் பொட்டும் யாவும் மன்னன் எந்தன் பேரை கூறும் பொன்மணி காலை மாலை ராத்திரி காதல் கொண்ட பூங்கொடி ஆணை போடலாம் அதில் நீயும் ஆடலாம் காலை மாலை ராத்திரி காதல் கொண்ட பூங்கொடி ஆணை போடலாம் அதில் நீயும் ஆடலாம் நீ வாழத்தானே வாழ்கின்றேன் நானே நீ இன்றி ஏது பூவை தமானே இதயம் முழுதும் எனது வசம் வாவா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே உன் வண்ணம் உன் எண்ணம் எல்லாமே என் சொந்தம் இதயம் முழுதும் எனது வசம் வாவா அன்பே அன்பே காதல் நெஞ்சே நெஞ்சே അമേസിങ്. ആക്ച്വലി ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ലോട്ട് ഓഫ് മെമ്മറീസ്, ഞങ്ങളൊക്കെ മേ ബി കോളേജ് ടൈം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഉള്ള ഐ തിങ്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ് ഇറ്റ് കംസ് ടു അവർ മൈൻഡ് സഡൻലി, ടേക്സ് us ബാക്ക്. ഞാനൊരു മിനിറ്റ് എവിടെയോ പോയോ എന്നുള്ളൊരു എനിവേ, നമ്മൾ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ബ്രേക്ക് എടുത്താലോ? അതെ, അവർക്ക് ഒരു ബ്രേക്കാണ്. എനിവേ, ഞാൻ എൻ്റെ കർത്തവ്യമായ കമൻസിലേക്ക് വരട്ടെ. ആരൊക്കെയുണ്ട് അത് നമുക്ക്? യെസ്, മാലതി പാദം പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് അസീസ് ചക്കിട്ടപ്പാറ സേസ് ഹായ്. ഹായ് അസീസ്, താങ്ക്സ് ഫോർ ജോയിനിങ്. ബാബു സെബാസ്റ്റ്യൻ സേസ് ഗുഡ്, താങ്ക് യു ബാബു. സിമി സന്തോഷ് സേസ് റിലീവിങ് ദോസ് വണ്ടർഫുൾ മൊമെന്റ്സ്. അതെ, ഇപ്പൊ ചാരി ഇരുന്ന് എൻജോയ് ചെയ്യൂ സിമി. സന്തോഷ് മുരിങ്ങാശ്ശേരിൽ ചാക്കോ showing thumbs up, thank you. മാലതി മാധവൻ, ഓ മൈ ഫേവറേറ്റ് ഫോർ ദ സോങ്. അപ്പൊ അത് രാഹുലിനും ഡോക്ടർ സുരേഷ് കുട്ടിച്ചനും സിമിക്കും ഉള്ളതാണ്. അപൂർവ പുരുഷോത്തമൻ, ആ ഒരു ഇമോജിയുടെ അർത്ഥം എനിക്കറിയത്തില്ല. സെൻഡിങ് യു സ്റ്റാർസ്, താങ്ക് യു അപൂർവ. ബാബു സെബാസ്റ്റ്യൻ സേസ് കൺഗ്രാറ്റുലേഷൻസ് സിമി സന്തോഷ്. amazing singer and musician, Babu Sebastian says. ബിനു വിജോ says സിമി സന്തോഷ് ബ്രേക്കിന് പോയത് കാര്യമായ അതൊരു കോമഡിയാണെന്ന് തോന്നുന്നു. എനിവേ, സോ വി ആർ ബാക്ക്.
ടു ദ പാർട്ട് 2. നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാതെ അടുത്ത പാട്ടിലേക്ക് കിടക്കുകയാണ്. സോ ഓവർ ടു സിമി, രോഹിത് ആൻഡ് ഡോക്ടർ സുരേഷ് കുട്ടിച്ചൻ. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് റിയാലിറ്റി ഷോയിൽ യു ജസ്റ്റ് മെൻഷൻ ദാറ്റ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചെന്നൈയിൽ വെച്ചായിരുന്നു അല്ലേ? അതെ, ചെന്നൈയിൽ വെച്ചായിരുന്നു അത്. ഇറ്റ് വാസ് ഡ്യൂറിങ് മൈ കോളേജ് ഡേയ്സ്. So അതിൽ ജയ ടി.വിയിൽ there was one reality show called Ragamalika. So I was one of the winners in that. Right. And also വിജയ് ടി.വിയിൽ ആറ്റിൽ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. So അതിൽ I was in the top 5. Alright, that is awesome. So what are your experiences ആ സമയത്ത് ഉണ്ടായിരുന്ന? I think reality shows, it gave a really good platform to get introduced to other playback singers in the industry, veterans in the industry. Okay. And a lot of learnings, like judges or feedback oka parayumbo we would incorporate that in our next performance and all that. So it was definitely a very good learning experience. Okay. So you get trained there also? നിങ്ങൾ ഈ റിയാലിറ്റി ഷോ ചെയ്യുന്നതിന് മുന്നേ do you have somebody who actually mentors you? Yeah, there was a voice trainer during that particular season. So all the participants were trained how to reproduce vocals and all that. So vocal trainings in there. All right. So this was around what time? Like this was around 2008, 2009. Okay. Yeah. All right. That is awesome. Now നമുക്ക് നമ്മുടെ third song. Okay. What are we singing today? Not me, you. I'm singing Hemandamin from the movie Kohinoor. Okay, so it's a new movie. Yes. Asif Ali. Relatively new. Yes. Okay. Suresh Chetta. നിർത്താൻ തോന്നുന്നില്ലല്ലേ? ഐ കുഡ് ജസ്റ്റ് സിറ്റ് ഹിയർ, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ രോഹിത്തിനും സുരേഷിനും കൂടെ ഇങ്ങനെ പാടിക്കോ, ഞാനിങ്ങനെ ഇരുന്ന് സുഖമായിട്ട് കേട്ടോണ്ടിരിക്കാം. വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, യു വുഡ് ഹാവ് ഗോട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ടു ബി വിത്ത് ദീസ് സിംഗേഴ്സ്, എസ്റ്റാബ്ലിഷ്ഡ് സിംഗേഴ്സ് ലൈക്ക് നമുക്കറിയാവുന്ന യേശുദാസ് തൊട്ട് ഇങ്ങനെ താഴെ വരെയുള്ള. സോ can you give us some example? I'm sure you've met many of them. Yeah, so the judges themselves were like Sujata ma'am, Pinna Srinivas sir, Unikrishnan sir, Okay. Pinna
പിന്നെ വേറെയും കുറേ റൗണ്ട്സിലൊക്കെ വേറെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് KS ചിത്ര മാം, മലീഷ വാസുദേവൻ സാർ, അങ്ങനെയൊക്കെ അനുരാധ ശ്രീറാം മാം, അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സോ അവരുടെ അടുത്ത് നിന്ന് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ പാടി. സോ അതൊക്കെ നല്ല എക്സ്പീരിയൻസസ് ആയിരുന്നു. Did you get to sing with some of them? Yeah. So there were rounds where we were paired with them to sing. Okay. So അതൊക്കെ നല്ല എക്സ്പീരിയൻസസ് ആയിരുന്നു. Okay. How did you feel that time? It was very surreal. അതൊന്നും നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് we were only dreaming about it, but for that to happen was really surreal. Yeah. Amazing. So what else? What are your other exposures like after that? ഒരു ഇവന്റ് ഒക്കെ കഴിഞ്ഞ് you won one of them അല്ലേ? അത് കഴിഞ്ഞ് എന്തായിരുന്നു? What was your? അത് കഴിഞ്ഞിട്ട് like I started working and all that. So ആ സമയത്ത് I was in a transferable job, so I was moving. I worked in Calcutta for a while. Then Okay. in Hyderabad and all that. So ആ സമയത്ത് while I was in Chennai for a year, I got some opportunities in movies. So അതിൽ like തുണൈ മുതൽവർ എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ I sang alongside Chinmay, playback singer Chinmay. That was a good experience. Then പിന്നെ 4 പോലീസും നല്ലായിരുന്ന ഊരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ബാക്കിംഗ് വോക്കൽസും പിന്നെ റീറെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ വേറെ കുറേ മൂവീസിൽ അങ്ങനത്തെ ബാക്കിംഗ് വോക്കൽസ് റീറെക്കോർഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കപ്പിൾ ഓഫ് ഡിവോഷണൽ ആൽബംസ് ഒക്കെ റിലീസ് ചെയ്തായിരുന്നു ആ സമയത്ത്. സോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് I moved to Sydney. And then for last 3 years I've been here doing shows as they come. All right, very good. So what is our next song? Next song is a Hindi song. Gori Tera Gaon. Okay, very old number, le? Very old. Very old. Sung by our very own Dasatin from the movie Chichor. गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे। उस पर रूप तेरा सादा, चंद्रमा जो आधा आधा जवारे। गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे, आके यहाँ रे। पायलिया पहना दूं, कुहू कुहू गाती कोयलिया को फूलों का गहना दूं। यही घर अपना बनाने को पंच करे देखो, तिनके जमारे तिनके जमारे। गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे, आके यहाँ रे। रंग बिरंगे फूल खिले हैं, लोग भी फूलों जैसे। आ जाए एक बार यहाँ जो जाएगा फिर कैसे। झर झर झरते हुए झरने मन को लगे हरने, ऐसा कहाँ रे, ऐसा कहाँ रे। उस पर रूप तेरा सादा, चंद्रमा जो आधा आधा जवारे, आधा जवारे। ആക്ച്വലി ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാവരും സ്വയ ചെയ്യുമായിരുന്നു ഇങ്ങനെ പാട്ട് കേട്ടത്. നാടൻ പാട്ടിൻ്റെ ഒരു ഫീൽ അല്ലേ? അതെ.
വെരി നൈസ് സുരേഷേട്ടാ. ഇങ്ങനെ സുരേഷേട്ട ഇടയ്ക്കൊന്ന് ആടുന്ന് കണ്ടായിരുന്നു. ഐ ക്യാൻ സി ഇവിടെ ക്യാമറമാനും നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ടോയൊക്കെ ഇങ്ങനെ. എനിവേ, വെൽക്കം ബാക്ക് അഗെയിൻ. ക്വിക്കായിട്ട് കമന്റ്സ് എന്താ ഉള്ളത് നോക്കാം. മാലതി മാധവൻ സേസ് ഓസം വോയിസ്. വാഹ്. ജയൻ മോഹൻ, താങ്ക് യു ജയൻ. ബാബു സെബാസ്റ്റ്യൻ, അമേസിംഗ് സിംഗർ ആൻഡ് മ്യൂസീഷ്യൻ. താങ്ക് യു. Malathi Madhavan says, so we have a celebrity here. Ade. Yes, he is a celebrity. It was just amazing listening to his famous numbers. Beautiful feeling. Enjoyed every moment. Shashidharan Naduvil says, good. Superb rendition. Rohit Suresh Kuttichan. Wow. Binoy Thomas says. Simi Sandhu says, Riju, love that background of yours. These songs combine them with പരിപ്പ് വട ചായ. സിമി അടിപൊളിയാണ്. സിമി പരിപാടിക്കും അതെ കമന്റിലും തമാശക്കാരിയാണ്. ഗുഡ്. മലതി മാധവൻ, സുരേഷ് ഏട്ടാ, you just lifted the ambience with that background music. Great. Tiju C. Matthews, wow. മാലതി മാധവൻ says the humming. അടിപൊളി. അപ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കീപ് കമന്റിങ് പീപ്പിൾ. നിങ്ങൾ കമന്റ് അയച്ചില്ലെങ്കിൽ എനിക്ക് ജോലിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. Here we go. അപ്പോൾ രോഹിത്, ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇൻ യുവർ ഫാമിലി വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? എൻ്റെ elder brother, Okay. he's a trained Carnatic classical musician. Okay. All India Radio grade 1 artist ഒക്കെയാണ്. Okay. And he's abroad now. And yeah, so പിന്നെ എൻ്റെ uncle mom's brother also, he's also into music, and he's a diehard fan of Ilayaraja. Okay. So that is where this is coming from. Maybe. അപ്പോൾ ബ്രദറിൻ്റെ പേരെന്താ? Rahul Narayan. Rahul. Okay. എവിടാ? Where is your brother now? He's in the US now. Okay. So he's around the same time നിങ്ങൾ ഒരുമിച്ച് പാട്ട്. Did he get He's like 2 years older to me. Okay. So yeah, you can say around the same time. Say at the same time. Okay. So we are coming to our fifth song. Yes. Yeah, what is the song? It's a Tamil song. Kayil Midakkum Kanavani. Okay. From the movie Rakshagan. It's music by A.R. Rahman. Okay, A.R. Rahman. Okay. Very good. All right, let's hear it. கனவா இல்லை காற்றா, கனவா இல்லை காற்றா, கையில் மிதக்கும் கனவானி, கை கால் முளைத்த காற்றானி, கையில் ஏந்தியும் கனக்கவில்லையே, நூறையால் செய்த சிலையானி. இப்படி உன்னை ஏந்திக் கொண்டு இந்திரலோகம் போய்விடவா, இடையில் கொஞ்சம் வலி எடுத்தாலும் சந்திர தரையில் பாயிடவா. நிலவில் பொருள்கள் எடை இழக்கும், நீரிலும் பொருள் எடை இழக்கும், காதலில் கூட எடை இழக்கும் என்று கண்டேனடி, அதை கண்டு கொண்டேனடி. நிலவில் பொருள்கள் எடை இழக்கும், நீரிலும் பொருள் எடை இழக்கும், காதலில் கூட எடை இழக்கும்
was also amazing. I don't know what else to say. Sorry. But there's something I want to ask, because we sang Hindi, we sang Tamil, we sang Malayalam. What other languages have you sung? Anything else? English? Yeah, I mean, I definitely listen to English. Yeah. And like music, they say, has no boundaries in terms of language. So you can sing it. I'm open. Like I listen to all kinds of music, mostly film, classical, and also like while I was in Calcutta, so I got some exposure into some kind of Bengali songs as well. Okay. So yeah, and then in South Indian, I think a little bit of Telugu. Not much into Kannada, but Okay. yeah, otherwise Tamil, Malayalam, English, Okay. and all that. Yeah. വേറൊരു കാര്യം, കേരള റൂട്ട്സ്, വേർ ആർ യുവർ കേരള? ചെന്നൈ ആണെന്ന് പറഞ്ഞു, പിന്നെ കാൽക്കട്ട, ദെൻ യു ഹാവ് കം ഹിയർ ടു സിഡ്നി. സോ കേരളയിൽ എവിടെയാണ്? കേരളയിൽ തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരിൽ അവിടെയാണ് എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും അവിടെയാണ്. സോ ലൈക്ക് ഐ യൂഷ്വലി ഗോ ദർ ഡ്യൂറിങ് മൈ ലൈക്ക് സമ്മർ വെക്കേഷൻ, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ get togethers with cousins. Okay, so we are coming to our last song. Which ഏത് പാട്ടാണ്? Last song is actually Sagarangale. Okay. From the movie Panchagni. Okay, very good. Malayalam song ആണ്. It's a beautiful song. അല്ലേ സുരേഷേട്ടാ? Composed by Bombay Ravi. Bombay Ravi, yes. സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. പോരൂ നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ, ഒന്നിളവേൽക്കൂ. ആ ആ ആ സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മാറുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാ ഏതു കരങ്ങൾ. ആ സാഗരങ്ങളെ പാടി പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ. Amazing. ONV കുറുപ്പിന്റെ ലിറിക്സ് അല്ലേ? One more song you had in the beginning. അതെ, First song അല്ലേ? ആദ്യം പാടിയ സോങ് കുളിരാടുന്നു മാനത്ത് was also written by ONV Kurup sir. It's really, really amazing. എന്ന് വെച്ചാൽ ഈ ഒരു ഹാഫ് ആൻ അവർ എങ്ങനെയാണ് പോയെന്ന് അറിയത്തില്ല. I wish we could go on and on. But unfortunately, this is the last song. And such a beautiful song. അല്ലേ സുരേഷ് ചേട്ടാ? Suresh Etan gave real good company with the songs and he played really well. Thank you, Suresh Etan. Without any much practice, you met today. നിങ്ങൾ ഇന്നാണ് മീറ്റ് ചെയ്യുന്നതല്ലേ? So that is amazing to show, you know, how നിങ്ങൾ രണ്ടുപേരും എത്ര established ആണ് in this, or how good you are in what you're doing. And we could see that joy. അത് ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട്. ഐ എം ഷുവർ നമ്മുടെ പ്രേക്ഷകരും അത് എൻജോയ് ചെയ്തു ഫുൾ ടൈം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഐ എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് നമ്മുടെ ഓരോ പ്രേക്ഷകരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹോപ്പ് ദാറ്റ് വി ഗെറ്റ് യുവർ കമൻറ്റ്സ്
so that we can bring more singers. And സുരേഷിന് എപ്പോഴും നമ്മളോട് ഉണ്ട്. മെട്രോ മലയാളം വീക്കെൻഡ് ലൈവ് മ്യൂസിക് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നമ്മുടെ ഈ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി. ഓവർ ടു യു, റീജു ജോർജ്. മെട്രോ മലയാളം ഓസ്ട്രേലിയയും RG മ്യൂസിക്കും ചേർന്നൊരുക്കുന്ന വീക്കെൻഡ് മ്യൂസിക്കൽ പ്രോഗ്രാമിന് ടോണിയോ ലോയേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സിമി. ഓവർ ടു റീജു എന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് 2 കൊമേഴ്ഷ്യൽ ബ്രേക്ക് ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പോൾ ആരും പോലെ നമുക്ക് ക്വിക്കായിട്ട് ലാസ്റ്റ് വന്ന മെസ്സേജസും കൂടി ഒന്ന് വായിച്ചിട്ടേ നിങ്ങളെല്ലാം വിടുള്ളൂ. സിമി മാലതി മാധവൻ സേസ്, സിമി യു ആർ സച്ച് ആൻ ഓസം ആങ്കർ. അത് ട്രൂ ആണ്. Binu, your camera awesome in Nitto sound mixing. That's why it looks sounds so good. Yes. Appo ഞാൻ ഏതെങ്കിലും Rohit says great work Suresh Kuttichan, Etan and Simi Chechi. Love performing with you all. Santosh Abran says nice work and the audio mix Nitto George. Rohit Paramishan says anyway ബാക്കി പുറകോട്ടുള്ളത്. Lekha Mohan says lovely presentation and selection of songs. എന്റെ പ്രസന്റേഷൻ ഞാൻ അതിനകത്ത് കുറച്ച് ക്രെഡിറ്റ് എടുക്കുവോ? വേണ്ട. ഓക്കെ സിമി, ദാറ്റ്സ് ഫോർ യു. ആൻഡ് സെലക്ഷൻ ഓഫ് സോങ്സ്, ദാറ്റ്സ് ഫോർ ദ ടീം. അപ്പോ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ക്വിക്കായിട്ട് ഞാൻ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് മെട്രോ മലയാളം ടീം, ബിനുവി ജോർജ്, കിരൺ ജെയിംസ്, ജെയിംസ് ഏട്ടൻ, ജെയിംസ് ചാക്കോ, ബിനോയ് തോമസ് ഫോർ ഓൾ ദ ഡിസൈൻ ആൻഡ് എവറിഥിങ്, മാലതി മാധവൻ ഇതിന്റെ ബാക്കിൽ കല്ലുപോലെ ഉണ്ട്, നിറ്റോ ജോർജ് ഫോർ ഡൂയിങ് ദ സൗണ്ട് ആൻഡ് എഡിറ്റിംഗ് ആൻഡ് ഓൾ ദാറ്റ്, സന്തോഷ് എബ്രഹാം, അതുപോലെ ഇപ്പം സിമി സന്തോഷ് ആൻഡ് ഡോക്ടർ സുരേഷ് കുട്ടിച്ചൻ ആൻഡ് നിറ്റോ ജോർജിന്റെ സൗണ്ട് വൈബ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഓഡിയോ സൊല്യൂഷൻസ്. സോ ലൈവ് ഓസ്ട്രേലിയയുടെ ബിനോ സിഡ്നിയിൽ നിന്നും വെഡിങ് ആൻഡ് ഫ്യൂണറൽസ് ചെയ്യുന്ന അവര് ഇതിന്റെ സ്പോൺസറാണ്. അതുപോലെ ടോണിയോ ലോയേഴ്സ്, താങ്ക് യു എവ്രി വൺ. ഇന്ന് ഈ സംഗീതം, ഈ മ്യൂസിക് ആസ്വദിച്ച എല്ലാവർക്കും ഒരു നല്ല ശനിയാഴ്ച ആസ്വദിക്കുന്നു. ഞാൻ RG മ്യൂസിക്കും അതുപോലെ തന്നെ മെട്രോ മലയാളമെല്ലാം നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങൾ കോവിഡിന്റെ സമയത്തും ഒരുപാട് ഫേസ്ബുക്ക് ലൈവ് ഇവിടെ ബ്രിസ്ബനിൽ നിന്നും ഒക്കെ ഞാൻ കീബോർഡ് പ്ലേ ചെയ്തു. പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ മറ്റുള്ള മ്യൂസീഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന വേറൊരു തലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിലൊരു വളരെ അധികം സന്തോഷം. അതുപോലെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാനും പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ കാത്തിരിക്കൂ. മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ here Riju George signing off from RG Music on behalf of Metro Malayalam. എല്ലാവർക്കും ഒരു നല്ല ശനിയാഴ്ച ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.